ആരാ നിങ്ങളൊക്കെ? ആരാ? എന്താ വേണ്ടത്? അയാളെവിടെ? പറ, അയാളെവിടെ? ആര്? ഡ്രോപ്പ് ദി ആക്ട്. സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്ന ആളാണ് ഞാൻ. സ്വാബ് ആൻഡ് ഷിവൽറസ്. പക്ഷേ എൻ്റെ അടുത്ത് വേഷം കെട്ട് കാണിച്ചാൽ പെണ്ണായി പിറന്നതിന് ഈ ജന്മം മുഴുവൻ നീ ദുഃഖിക്കേണ്ടി വരും. ഇനി പറ, അയാൾ എവിടെയുണ്ട്? വിജയ് ഇവിടെ കൊണ്ടൊളിപ്പിച്ചിരിക്കുന്ന ചന്ദ്രൻ നായർ, റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ. ഇവിടെ അങ്ങനെ ആരുമില്ല. ഈ മൂടൽ വീണ കണ്ണുകളിൽ കണ്ട കാര്യം പുറത്തു പറയാതിരിക്കുന്നത് അവനെ രക്ഷിക്കാനാണെങ്കിൽ നിനക്ക് തെറ്റി. ഒരു തുക്കട ചാനലിന്റെ ബലത്തിൽ ഈ ഐസക്കിനെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്നാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അവനും തെറ്റി. അവന്റെ സമയം ഞാൻ കുറിച്ചു കഴിഞ്ഞു. ഹീസ് മാർക്ഡ് ഫോർ ഡെത്ത്. അറിയാവുന്ന മുഴുവൻ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു, ഐസക് ഇനി നിന്റെ മുന്നിൽ വരാതിരിക്കാൻ. വന്നാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ഇപ്പൊ നിനക്ക് കേൾക്കാം ചെവിയിൽ മരണം മന്ത്രിക്കുന്നത്. ദി വിസ്പർ ഓഫ് ഡെത്ത്. പോയി വിജയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പറഞ്ഞെല്ലാം ഉണ്ട്. നമസ്കാരമുണ്ട് ചന്ദ്രൻ നായരെ. എത്ര നാളായി കണ്ടിട്ട്? ഒരു 10-20 വർഷമായി കാണും. വർഷം 20 ആയാൽ എന്താ, ഒന്നും മറന്നിട്ടില്ലല്ലോ. കൂടെ നിൽക്കുന്നവനെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നവനാണ് ഈ ഐസക്. നിങ്ങൾ എന്നെ സഹായിച്ചു, നല്ലവണ്ണം സഹായിച്ചു. ചന്ദ്രൻ നായർക്ക് മാത്രം അറിയാവുന്ന എന്റെ രഹസ്യങ്ങൾ 20 വർഷം ആരോടും പറയാതെ സൂക്ഷിച്ചില്ലേ? പക്ഷെ ഇപ്പോ ഒരു പിഴവ് അല്ലേ? ആർക്ക്? നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ തളർന്നുപോയ പഴയ ചന്ദ്രൻ നായരല്ല ഇത്. എന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാത്തിനും കണക്ക് ചോദിക്കാൻ ഒരാളുണ്ട്, മാധവേട്ടന്റെ മകൻ. അറിയാം, എനിക്കെതിരെയുള്ള അവന്റെ തുറുപ്പ് ചീട്ട് നീയാണ്. പക്ഷെ നിന്റെ കണക്കുകൾ ഇതാ ഇപ്പോ ഇവിടെ തീർന്നു. എ ക്ലീൻ ഫൈനൽ സെറ്റിൽമെന്റ്. ജാസ്മിൻ, നമുക്ക് 2 പേർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ജാസ്മിൻ ഇന്ന് വരെ സമ്മതിച്ചിട്ടില്ലാത്തൊരു കാര്യം. ഞാൻ വിജയേട്ടെന്ന് വിളിക്കുന്ന ജാസ്മിന്റെ വിജയ് 3 കൊലപാതകങ്ങൾ ചെയ്ത വ്യക്തിയാണ്. 4ാമത്തേത് ഐസക്.
നാച്ചുറലി ആൾ റിയാക്ട് ചെയ്യും ജാസ്മിൻ. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ജാസ്മിനെ ഭീഷണിപ്പെടുത്തതിന്റെ പേരിൽ ഐസക്കിനെതിരെ ഒരു കേസ് ചാർജ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒന്നുകിൽ വിജയ് ഐസക്കിനെ കൊല്ലും, അല്ലെങ്കിൽ ഐസക് വിജയനെ. അതെ, അത് നടക്കരുത്. വിജയനെ രക്ഷിക്കാൻ ജാസ്മിന്റെ മുമ്പിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, നിയമത്തിന്റെ വഴി. അറിയാവുന്നത് മുഴുവൻ എന്നോട് തുറന്ന് സമ്മതിക്കുക. Then let law take its own course. ഹലോ സർ, ഞാനാണ് ജോൺ. ആ ചന്ദ്രൻ നായരെ ആരോ കൊന്നു സർ. ബോഡി ലെവൽ ക്രോസ് റോഡിൽ നിന്നാണ് കിട്ടിയത്. ശരി, ഞാനെത്താം. താനോടുണ്ടാവണം. അറിഞ്ഞുകൊണ്ട് വിജയൻ ഇനിയൊരു തെറ്റിന് ഞാൻ വിട്ടുകൊടുക്കില്ല. വിജയ് എന്തിനിതൊക്കെ ചെയ്തു കോടതിയിൽ പറയാൻ ചന്ദ്രൻ നായരുണ്ട്. അതെ, ചന്ദ്രൻ നായരുണ്ട്. സോ ഞാൻ എല്ലാം പറയാം. ഈ വീഡിയോ കാസറ്റിൽ എല്ലാം സംബന്ധിച്ചുകൊണ്ടുള്ള ജാസ്മിന്റെ സാക്ഷിമൊഴിയാണ്. സർ, ദേഷ്യപ്പെടരുത്. ഞാൻ വിജയെ ന്യായീകരിക്കല്ല. പക്ഷെ എല്ലാറ്റിനും ഒടുവിൽ ഐസക് തോമസിനെ പോലുള്ള ഒരു ക്രിമിനൽ രക്ഷപ്പെടുന്നു. ഇപ്പോൾ അയാൾ ദേശസ്നേഹം മൂത്ത് യുവജനങ്ങളെ സംഘടിപ്പിക്കുക, എങ്ങനെയെങ്കിലും വയസ്സുകാലത്ത് അധികാരത്തിൽ തിരിച്ചു വരാൻ. അങ്ങനെയെങ്ങാനും പറ്റിപ്പോയാ നമ്മളും അയാൾ സല്യൂട്ട് ചെയ്യുമല്ലേ സാർ? തെറ്റ് ചെയ്യുന്നത് ആരായാലും ശിക്ഷിക്കപ്പെടും, തീർച്ചയായും. ഐസക് തോമസിനെ പോലെ പണവും അധികാരവുമുള്ളവരെ നമുക്ക് തൊടാൻ പറ്റില്ല. You wait and see. ചന്ദ്രൻ നായരെ കൊന്നതോടെ ചെയ്തതൊന്നും ആരും അറിയില്ലെന്നാണ് അവൻ കരുതുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യും സാർ? അയാളിന്ന് വലിയൊരു റാലി സംഘടിപ്പിക്കുന്നുണ്ട്. അധികാരത്തിൽ തിരിച്ചെത്താനുള്ള അവന്റെ പൊളിറ്റിക്കൽ ഗിമിക്, ആൾക്കൂട്ടത്തെ മയക്കുന്ന അവന്റെ ജാലവിദ്യയിൽ ഇനിയൊരു ചെറുപ്പക്കാരനും വഴിതെറ്റരുത്. The last move. ഇന്ത്യൻ ദേശീയതയ്ക്ക് ജീവൻ കൊടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് പൂർണ്ണമായും ജീർണിച്ചിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തെ അടിമുടി ശുദ്ധീകരിക്കുന്നതിനും ജനാധിപത്യ മര്യാദകൾ പുനഃസ്ഥാപിക്കുന്നതിനും ശ്രീ ഐസക് തോമസ് നടത്തുന്ന ധീരമായ ശ്രമങ്ങൾക്ക് ഈ നാട്ടിലെ ലക്ഷോപലക്ഷം യുവജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലും സങ്കുചിതമായ വ്യക്തി താല്പര്യങ്ങളിലും മനം മടുത്ത് കഴിഞ്ഞ 3 വർഷങ്ങളായി പാർട്ടി നേതൃത്വത്തിൽ നിന്നും വിട്ടുനിന്ന ഐസക് തോമസ് പാർട്ടിയെ ഒരു നവോത്ഥാനത്തിലേക്ക് കൈപിടിച്ച് നയിക്കാനായി തിരിച്ചെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ യുവജന സംഗമം, ഈ ഐക്യദാർഢ്യ സമ്മേളനം കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായമാണ് വഴിത്തിരിവാൻ. ഇതൊരു ജനകീയ പ്രസ്ഥാനമാണ് എന്നുവെച്ച് വഴിതെറ്റി വരുന്ന എല്ലാവർക്കും വന്ന് കയറാനുള്ള ഒരു വേദിയല്ല ഇത്. അതിനൊരു മിനിമം യോഗ്യതയൊക്കെ വേണം. കൊള്ളാവുന്നവരുടെ കോലം കത്തിച്ചാലൊന്നും അത് കിട്ടില്ല. സത്യത്തിൽ ജരാനര ബാധിച്ച നേതൃത്വത്തിലല്ല, യുവത്വത്തിന്റെ ചൈതന്യധാരയിലാണ് കേരളത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത്. യുവാക്കൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ലക്ഷ്യബോധവും രാഷ്ട്രീയ പ്രതിബദ്ധതയും വീണ്ടെടുക്കുന്ന ഈ മുഹൂർത്തത്തിന് ഒരു നിമിത്തമാവാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം. ഇതെന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയാണ്. ഇന്ന് എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഹലോ ഹലോ വെൽക്കം ടു ട്രൂ വിഷൻ. നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി മാറ്റിമറിക്കാൻ കർമ്മനിരതരായിരിക്കുന്ന നിങ്ങളേവർക്കും അഭിവാദ്യങ്ങൾ. കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളുടെ രക്ഷകനായി സ്വയം നിങ്ങളുടെ മുന്നിൽ അവതരിച്ച ഐസക് തോമസിന്റെ വീരാവദാനങ്ങൾ കേട്ട് ഉത്തേജിതരായിരിക്കുന്ന നിങ്ങളറിയാൻ
അദ്ദേഹത്തിന്റെ ചില സത്കൃത്യങ്ങളുടെ കഥകൾ ഇനിയും ബാക്കിയുണ്ട്. ഈ അനുഭവ കഥ നിങ്ങളോടൊപ്പം പറയുന്ന റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ നായർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. സത്യത്തിന്റെ വില സ്വന്തം ജീവനാണെന്ന് നമ്മെ പഠിപ്പിക്കാൻ ഒരു രക്തസാക്ഷി കൂടി. പേടിയോ? എനിക്ക് ഒരാളെ മാത്രമേ പേടിയുള്ളൂ, മനസാക്ഷിയെ. ഈ കുറ്റസമ്മതത്തിൽ പറഞ്ഞ റിട്ടയർഡ് ജസ്റ്റിസ് ശേഖര മേനോൻ, റിട്ടയർഡ് DGP RV തമ്പുരാൻ, അബ്കാരി സച്ചിദാനന്ദൻ എന്നിവർ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ ഒരാൾ മാത്രം അവശേഷിക്കുന്നു, ഐസക് തോമസ്. ഇന്നിവിടെ കൊല്ലപ്പെടുന്നു. തക്ക സമയത്ത് നിങ്ങൾ വന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന വിജയില്ലേ? അയാൾ ഇവിടെ എവിടെയോ ഉണ്ട്. നോക്കൂ, അയാൾ മീറ്റിംഗ് അലങ്കോലപ്പെടുത്തി എന്നെ കൊല്ലുവന്ന് തട്ടം ചെയ്തു. കസ്റ്റഡി. പ്ലീസ്, നിങ്ങൾ ഞാൻ പറയുന്നേക്കൂ. ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല. വിജയനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും അറ്റ് എനി കോസ്റ്റ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഏതോ ഒരു കൊലയാളി എന്തോ ഒരു നുണക്കഥ വിളിച്ചു പറഞ്ഞാലുടൻ എന്നെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ മാത്രം വിഡ്ഢിയാണോ? ഇനി നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിജയനെ രക്ഷിക്കാനുള്ള ശ്രമമാണെങ്കിൽ പക്ഷെ എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഇവർ നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. ഈ കള്ളക്കഥ പറയുന്ന ചന്ദ്രൻ നായർ എനിക്ക് അറിയുക കൂടിയില്ല. പക്ഷേ ഫ്രെഡിക്കറിയാം നിങ്ങൾ ചന്ദ്രൻ നായരെ കൊലപ്പെടുത്തിയതിനുള്ള ദൃക്സാക്ഷി, പിന്നെ എല്ലാത്തിനും നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള പാർട്ട്ണർ ഇൻ ക്രൈം ജോൺ വർഗീസ്. Now, shall I take you into custody? Shivaraman, Sir. Give him the warrant. എനിക്കറിയാമായിരുന്നു ഒരു കാത്തിരിപ്പിന്റെ അവസാനം എനിക്ക് നിന്നെ കിട്ടുമെന്ന്. ഇനി ഒരു നിയമത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. Your fate is sealed.
നിന്നെ മാത്രം വിശ്വസിച്ച് ഏത് യുദ്ധത്തിനും തയ്യാറായി വന്നിരിക്കുന്ന കുറെ ചെറുപ്പക്കാരവിടെയുണ്ട്. അവരോടെല്ലാം നീ ഏറ്റു പറയണം. നിന്റെ യഥാർത്ഥ മുഖം അവരറിയണം. ചെല്ല്. ഞാൻ പറയാം, എല്ലാം പറയാം. ചന്ദ്രനായർ പറഞ്ഞതൊക്കെ സത്യം. മാധവേട്ടന്റെ ഭാര്യ ശ്രീദേവിയെ ഞാൻ ചതിക്കായിരുന്നു. ചന്ദ്രനായരെ ഭീഷണിപ്പെടുത്തി മാധവേട്ടനെ കൊല്ലിച്ചത് ഞാനാ. എല്ലാ കുറ്റവും ഞാൻ ഏൽക്കുന്നു.